2 പതിറ്റാണ്ടോളം തെന്നിന്ത്യൻ സിനിമകളുടെ കൗമാര സ്വപ്നങ്ങളെ താലോലിച്ച പേരാണ് സിൽക്ക് സ്മിത. സ്വപ്നങ്ങളിൽ മാദകവർണ്ണങ്ങൾ വാരിവിതറിയ സ്മിതയെ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ് ഈ പരിപാടിയിലൂടെ. 1960 ഡിസംബർ 2 ആന്ധ്രയിലെ ഏളൂർ ഗ്രാമത്തിലാണ് മലയാളികളടക്കം ദക്ഷിണേന്ത്യ മുഴുവൻ മറക്കാതെ ഇന്നും ഓർക്കുന്ന സ്മിത എന്ന വിജയലക്ഷ്മിയുടെ ജനനം. ദരിദ്ര കുടുംബാംഗമായ വിജയലക്ഷ്മിയുടെ സിൽക്കിലേക്കുള്ള പ്രയാണം സംഭവബഹുലമായിരുന്നു. സിനിമാ താരമാകണമെന്നായിരുന്നു ചെറുപ്പത്തിലെ വിജയലക്ഷ്മിയുടെ ആഗ്രഹം. കുട്ടിക്കാലത്തെ സിനിമാ ജ്വരം മൂത്തതോടെ 4ാം ക്ലാസ്സിൽ വെച്ച് സ്കൂൾ ഉപേക്ഷിച്ചു. ദക്ഷിണേന്ത്യൻ സിനിമാ ലോകത്തിന്റെ കേന്ദ്രമായ മദ്രാസിലേക്ക് വിജയലക്ഷ്മി എത്തിയത് അമ്മായിയോടൊപ്പമാണ്. അഭ്രപാളികളുടെ മോഹിപ്പിക്കുന്ന തിളക്കം മാത്രമല്ല വിജയലക്ഷ്മിയെ സിനിമയിലേക്ക് ആകർഷിച്ചത്, കൊടിയ ദാരിദ്ര്യം കൂടിയായിരുന്നു. മദ്രാസിലെ മാസ്മരിക സിനിമാ ലോകം ഏളൂർ എന്ന കുഗ്രാമത്തിൽ വളർന്ന ഗ്രാമീണ പെൺകുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. 1979 വിജയലക്ഷ്മി ആദ്യ സിനിമയിൽ അഭിനയിക്കുന്നത്. തമിഴ് ചിത്രം വണ്ടിച്ചക്രം തെന്നിന്ത്യയെ ഇളക്കിമറിക്കാൻ പ്രാപ്തയായ ഒരു നടിയെ സമ്മാനിച്ചു. ഒപ്പം വിജയലക്ഷ്മി എന്ന നാട്ടിൻപുറത്തുകാരി സിൽക്ക് സ്മിത എന്നറിയപ്പെടാനും തുടങ്ങി. ആദ്യ ചിത്രത്തിലെ കഥാപാത്രത്തിന്റെ ഭാരം പേറി സിൽക്ക് സ്മിത 20 വർഷത്തോളം തെന്നിന്ത്യൻ സിനിമാ മേഖലയിലെ സജീവ സാന്നിധ്യമായി. ഒരു മീഡിയം ബോഡി ആണ് എന്നുള്ള നിലക്ക് പല ആക്ടേഴ്സും, ഒരുപക്ഷെ ആണായാലും പെണ്ണായാലും അത് വേണ്ടത്ര കരുതലോടെയല്ല ആക്ടേഴ്സൊക്കെ കൊണ്ടു നടക്കുന്നത്. സ്മിതയെ പറ്റിയിട്ട് സ്മിത വളരെ ഏത് ലൊക്കേഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ജീവിതാവസ്ഥകളിലും അവരുടെ ശരീരത്തെ അവർ വളരെ ക്ഷമമായിട്ട് കൊണ്ടു നടക്കാനുള്ള ഒരു ജാഗ്രത അവർ വളരെ പുലർത്തിയിരുന്നു. ഇപ്പോൾ ഈ അടുത്ത ഇറങ്ങിയ ഒരു നോവലിൽ ഫ്രാൻസിസ് ടിക്കോര എന്ന് പറഞ്ഞ നോവലിൽ ഒരു ഹൈപ്പേഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗണിത ശാസ്ത്രജ്ഞയെ പറ്റി പറയുന്നുണ്ട്. അതുപോലെ സിൽക്ക് സ്മിതയുടെ ഒരു ദിവ്യാനുപാതമായിരുന്നു, വളരെ പ്രൊപ്പോർഷണലായിട്ടുള്ള ഒരു ബോഡിയായിരുന്നു സ്മിതയ്ക്ക് ഉണ്ടായിരുന്നത്. അത് ഒരു ആക്ടർ എന്നുള്ള നിലക്ക് അത് എങ്ങനെ അവർ എക്സ്പോസ് ചെയ്യാനും ഏത് സമയത്തും തയ്യാറായിരുന്നു. അഭിനയത്തിനോട് അവർക്കുള്ള ഒരു കമ്പം എന്നുള്ള നിലക്ക് മാത്രമല്ല, അത് വളരെ ഒരു പ്രൊഫഷണലായിട്ട് അവർ യൂസ് ചെയ്യുകയും ചെയ്തു. അത്തരത്തിലുള്ള നടിമാർ അല്ലെങ്കിൽ നടികൾ ഒരു പക്ഷേ പിൽക്കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ ഉയർന്നു വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ ഭാഷകളിലായി 200-ലധികം സിനിമകളിൽ സ്മിത അഭിനയിച്ചു. മൃദുല വികാരങ്ങളെ ഇക്കിളിപ്പെടുത്താൻ നിരവധി സിനിമകൾ വിവിധ ഭാഷകളിലായി ജനിച്ചു. അവിടെയൊക്കെ സിൽക്ക് സ്മിതയുടെ കുളിസീനുകളും കിടപ്പറ രംഗങ്ങളും നഗ്ന നൃത്തങ്ങളും പകർത്തപ്പെട്ടു. യുവ മനസ്സുകളിൽ മാത്രമല്ല, ഹോസ്റ്റലുകളിലും വീടുമുറികളിലും സ്മിതയുടെ ചിത്രങ്ങൾ അലങ്കരിക്കപ്പെട്ടു. ലോ ബജറ്റ് സിനിമകളിൽ നീന്തൽ കുളങ്ങളും കടലും കുളവുമൊക്കെ അനിവാര്യമായി. സിൽക്ക് സ്മിത ഇല്ലാത്ത വർഷങ്ങൾ നമ്മളിൽ വലിയ നഷ്ടബോധം ഉണ്ടാക്കില്ല. കാരണം ഈ സിൽക്ക് സ്മിത എന്ന നടിയെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് തന്നെ. ഇപ്പോൾ ശരീരപ്രദർശനത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഒരു സ്മിത അല്ലെങ്കിൽ മറ്റൊരു സ്മിത എന്നുള്ളതാണ് സ്ഥിതി. എപ്പോഴും അങ്ങനെ ആരെങ്കിലും ഉണ്ടാകും. അത് കലാകാലങ്ങളായിട്ട് നമ്മുടെ സിനിമയുടെ ഫോർമുലകളിലൊന്നായിട്ട് നിൽക്കുകയാണ് ഈ ഒരു നഗ്നതാ പ്രദർശനത്തിനുള്ള ഒരു നടിയെ ഉപയോഗിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ സിനിമ വളരെ എളുപ്പം അവരുടെ ഒരു അവരിൽ വേർപാട് നമുക്ക് അതിനെ അതിജീവിക്കാൻ കഴിഞ്ഞു. കാരണം അതൊരു വേർപാടായിട്ട് അനുഭവപ്പെടാത്ത രീതിയിൽ വേറെ ഏതെങ്കിലും ഒരു നടനോ നടിയോ ആണെങ്കിൽ ഇതിൽ കൂടുതൽ നമുക്ക് ഈ മലയാള സിനിമയ്ക്ക് ഒരു നഷ്ടം എന്ന് തോന്നുമായിരുന്നു. അതുവരെ ഇല്ലാത്ത ഒരു ഭാവം പ്രേക്ഷകർ സ്മിതയിൽ കാണുകയായിരുന്നു. സൂപ്പർ താര ചിത്രങ്ങൾക്കും സ്മിത അനിവാര്യതയായി. അമരൻ എന്ന തമിഴ് ചിത്രത്തിൽ സ്മിത ചെയ്ത ഐറ്റം നമ്പർ പിന്നീട് നിരവധി സിനിമകളിൽ അനേകം നടിമാർക്ക് അനുകരിക്കേണ്ടി വന്നു. എത്ര ലോ ഒറിജിനിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ഏത് ജീവസാഹചര്യത്തിൽ വന്നു കഴിഞ്ഞാലും സിനിമ ഒരു വ്യക്തിയെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഒരു പാഠം ഉണ്ട്. സ്മിത ഒരു ഐറ്റം ഡാൻസ് ചെയ്യുന്ന ഒരു ഐറ്റം ഡാൻസർ അല്ലെങ്കിൽ ഒരു ക്യാബറ ഡാൻസർ, ഒരു മാദക നടി, ശരീരം അനാവരണം ചെയ്യുന്നതിൽ മടിയില്ലാത്ത ഒരു സ്ത്രീ എന്നുള്ളതിനൊക്കെ അപ്പുറം ഏതൊക്കെയോ ഒരു തലത്തിൽ ഞങ്ങളുടെയൊക്കെ തലമുറയിൽ 80കളിൽ അന്നൊക്കെ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന കാലമാണ്, ആ സമയത്തുള്ള ചെറുപ്പക്കാരെയൊക്കെ സ്വാധീനിച്ചു എന്നുള്ള സത്യമാണ്. ആ ഒരു അവസ്ഥയിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളിൽ ഒരു കാമുകിയുടെ
ഒരു സ്വപ്നത്തിൻ്റെ ഒക്കെ പരിവേഷമായിട്ട് സ്മിത എപ്പോഴോ കടന്നു ഉണ്ട് എന്നുള്ളതും ഒരു സത്യം. ചിലപ്പോഴെങ്കിലും നല്ല വേഷങ്ങൾ സ്മിതയെ തേടിയെത്തി. 1981 പുറത്തിറങ്ങിയ സീതാ കോക്ക് ചിലാഗ പോലെ ചിലത്. മൂന്നാം പിറ എന്ന ചിത്രം സ്മിതയിലെ അഭിനേത്രിയെ തെളിയിച്ചു. എന്നാൽ സ്മിത എന്ന അഭിനേത്രിയല്ലായിരുന്നു തെന്നിന്ത്യൻ സിനിമയ്ക്ക് വേണ്ടിയിരുന്നത്. കാമാർത്തയായ ഭാര്യയായും പയ്യന്മാരുടെ വഴിതെറ്റിക്കുന്ന ചേച്ചിയായുമൊക്കെ സ്മിത വേഷമിട്ടു. ഇണയത്തേടി എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് അരങ്ങേറ്റം. പിന്നീടങ്ങോട്ട് സൂപ്പർ താരങ്ങളോടൊപ്പം വരെ നിരവധി ചിത്രങ്ങൾ. സിൽക്ക് സ്മിത അങ്ങനെ നമ്മുടെ സിനിമയുടെ അവിഭാജ്യ ഘടകമായി മാറി. മെയ്വഴക്കത്തോടെ നൃത്തമാടിയ ആ മാദകരത്നത്തെ ഹൃദയം കൊണ്ടാണ് മലയാളി വരിച്ചത്. തെന്നിന്ത്യ മൊത്തത്തിൽ അലയടിച്ച സ്മിത തരംഗത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ വേറിട്ട സിനിമാ സംസ്കാരമുണ്ടെന്ന് മേനി നടിക്കുന്ന മലയാളത്തിന് പോലുമായില്ല. ഏഴിമല പൂഞ്ചോലകളെ കുളിരണിയിപ്പിച്ച സ്മിത യൗവനങ്ങളെ ഇളക്കിമറിച്ച മാദകത്തിടമ്പായി. ലൈംഗിക സദാചാര കാപട്യങ്ങളുടെ ഒരു ഇരയും ഒരു മൂർത്തീകരണവുമാണ് സിൽക്ക് സ്മിതയുടെ കഥാപാത്രവൽക്കരണങ്ങൾ. സിൽക്ക് സ്മിത മാത്രമല്ല, അത്തരത്തിലുള്ള ഏത് നടികളുടെയും. പക്ഷേ ആ ഒരു ശ്രേണിയിൽ ഏറ്റവും വിജയം കണ്ട ഒരു നടി എന്നുള്ള നിലയ്ക്കാണ് സിൽക്ക് സ്മിതയെ നമ്മൾ പ്രത്യേകമായി ഓർക്കുന്നത്. പ്രത്യേകിച്ച് മൂന്നാം പിറൈ, കമലഹാസനോടൊപ്പം അഭിനയിച്ച മൂന്നാം പിറൈ, അതല്ലെങ്കിൽ മോഹൻലാലിനോടൊപ്പം അഭിനയിച്ച സ്ഫടികം, അതല്ലെങ്കിൽ മമ്മൂട്ടിയോട് അഭിനയിച്ച അഥർവം പോലുള്ള ചിത്രങ്ങളിലൊക്കെ തന്നെ ആഖ്യാനത്തിനകത്ത് നായികയാണോ പ്രതിനായികയാണോ എന്ന് തിരിച്ചറിയാത്ത വിധത്തിൽ ഒരേ സമയം മാദകത്വം ഉള്ള തൻ്റെ ശരീരം പ്രദർശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ആഖ്യാനത്തിനകത്ത് പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ള കഥാപാത്രമായി വർത്തിക്കുകയും ചെയ്യുന്ന ഈ സിൽക്ക് സ്മിതയുടേതുപോലുള്ള ഒരു പ്രതിനിധാനം യഥാർത്ഥത്തിൽ നമ്മുടെ ലൈംഗിക സദാചാരത്തെ സംബന്ധിച്ച നമ്മുടെ ചരിത്രത്തിൽ തന്നെയുള്ള ഒരു കാപട്യത്തിൻ്റെ ലക്ഷണമാണ്. സ്മിതയുടെ കണ്ണുകളിലെ നിഷ്കളങ്കത തിരിച്ചറിയാത്തവർ അതിലെ ലൈംഗികത ആസ്വദിച്ചു. ലയനം അത്തരത്തിലുള്ള ചിത്രങ്ങളുടെ ഇന്ത്യൻ മാതൃകയായി. സൂപ്പർ താര ചിത്രങ്ങളിൽ വരെ സ്മിത ക്ഷണിക്കപ്പെട്ട അതിഥിയായി. സിൽക്ക് സ്മിതയുടെ പേരിൽ മാത്രം, ആ പേരുകൊണ്ട് മാത്രം വിപണി കീഴടക്കിയ സിനിമകൾ അന്നുണ്ടായിരുന്നു. ഇന്നതിൻ്റെ ആവശ്യമില്ല. അത്തരം എനിക്ക് ഏറ്റവും വലിയൊരു അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ കാണാതെ പോകുന്നത് സിൽക്ക് സ്മിതയൊക്കെ ഒരു വിശ്വാസ്യതയുണ്ടായിരുന്നു, ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ശരീരം വിറ്റുകൊണ്ടാണ്. പക്ഷെ അവിടെ കാണാതെ പോകുന്ന ഒരു വസ്തുത, സ്മിത എന്ന നല്ല നടിയെ, സ്മിത എന്ന നല്ല നർത്തകിയെ നമ്മൾ ചരിത്രം രേഖപ്പെടുത്തപ്പെടാതെ പോയി. ഇപ്പോൾ സിനിമയുടെ ചരിത്രത്തിൽ എവിടെയാണ് സിൽക്ക് സ്മിതയ്ക്ക് സ്ഥാനം എന്ന് ആലോചിക്കുമ്പോൾ ഏതാണ്ടൊരു കീഴാള സ്ത്രീക്ക്, സമൂഹത്തിലൊരു കീഴാള സ്ത്രീയുടെ സ്ഥാനം എങ്ങനെയാണോ അതുപോലെയാണ്. അത്രയൊരു ജുഗുപ്സ ഉണ്ട്, അല്ലെങ്കിൽ നെറ്റി ചുളിച്ചുകൊണ്ടാണ് സ്മിതയൊക്കെ നമ്മൾ ഓർക്കുന്നത്. സ്മിതയുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ വളരെയധികം ചൂഷണത്തിന് വിധേയ സ്ത്രീയാണവർ. സിനിമ പോലെ സുന്ദരമല്ലായിരുന്നു സ്മിതയുടെ ജീവിതം. കുടുംബ ബന്ധങ്ങളിലെ തകർച്ച പച്ചയായ ജീവിതത്തിൽ സ്മിതയെ നിരായുധയാക്കി. പ്രണയപരാജയത്തോടെ സ്മിത ലഹരിയുടെ കൂട്ടാളിയായെന്ന് റിപ്പോർട്ടുകൾ വന്നു. ഒടുവിൽ 200-ലധികം സിനിമകളിൽ അഭിനയിച്ച മാദകത്തിടമ്പ് സിൽക്ക് എന്ന പേര് മാത്രം ബാക്കിയാക്കി നമ്മെ വിട്ട യാത്രയായി. സ്മിത സിനിമാ ലോകം ഓർക്കാൻ മറക്കുന്ന പേരാണെന്ന് നമ്മൾ അറിഞ്ഞു. അധികമാരും അറിയാതെ കടന്നു പോകുന്ന ഈ ദിവസം ഞങ്ങൾ സ്മിതയെ ഓർക്കാൻ മാറ്റിവെക്കുന്നു. സിനിമയിലെ കച്ചവടത്തിന്റെ ഇരയായി ഞങ്ങൾ ഈ പാവം നടിയെ ഓർക്കുന്നു. ജീവിതം പോലെ തന്നെ ദുരൂഹമായിരുന്നു സിൽക്കിന്റെ മരണവും. തന്റെ 36-ാം വയസ്സിൽ തെന്നിന്ത്യയുടെ സ്വപ്ന നർത്തകി സിനിമാ ലോകത്തോട് വിട പറഞ്ഞത് ഒരു കാര്യം ഉറപ്പിച്ചുകൊണ്ടാണ്. സിനിമാ ലോകത്ത് സിൽക്ക് ഒന്നു മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്.